വെൽക്കം ബാക്ക് ടു എജുബ്ലിസ് ലേണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ്. ഏതൊക്കെ വിഷയങ്ങളിൽ NCERT എക്സാം എഴുതിയ ആളുകൾക്ക് CU കേരളയിൽ ഇൻ്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് പ്രോഗ്രാമിന് അപേക്ഷിക്കാം, ഏതൊക്കെ വിഷയങ്ങളിലാണ് CU കേരള ITP പ്രൊവൈഡ് ചെയ്യുന്നത്, എത്രയാണ് അവിടുത്തെ ഇൻടേക്ക്, എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ്, മറ്റു ഹോസ്റ്റൽ സൗകര്യങ്ങൾ, മറ്റു ഫീ കാര്യങ്ങൾ, ഇതൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത്, CU കേരളയിൽ നിലവിൽ ഇതുവരെ അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അപ്ലിക്കേഷൻ ക്ഷണിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് അതിനുവേണ്ടി അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന NCERT എക്സാം എഴുതിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ അതിന് വേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള, സാധാരണ പൊതുവെ മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ചോദിക്കുന്നത് പോലെയുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അതിൽ ശരിയാക്കി വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് NCL OBC ആണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള NCL, മറ്റു കാസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ, ഇൻകം സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെയുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ക്ഷണിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാവും. പിന്നെ യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ ക്ഷണിച്ച ഉടനെ ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ NCERT 2025 വേണ്ടിയുള്ള അഡ്മിഷൻ കൗൺസിലിംഗ് എന്ന ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ടൈം ടു ടൈം ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ CU കേരളയിലെ ITEP പ്രോഗ്രാമിനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. CU കേരള പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് 3 BEdകളാണ്. ഒന്നാമത്തേത് BSc BEd, 2 BA BEd, 3 BCom BEd. ഈ 3 BEdകളാണ് CU കേരള പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ BSc BEdൻ്റെ കീഴിൽ BSc BEd ഫിസിക്സും BSc BEd സുവോളജിയുമാണ് CU കേരള പ്രൊവൈഡ് ചെയ്യുന്നത്. BA BEdൻ്റെ കീഴിൽ BA BEd എക്കണോമിക്സും BA BEd ഇംഗ്ലീഷും, BCom BEd ഒറ്റ സബ്ജക്റ്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ പഠിക്കാനുള്ള വിഷയങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു 2023 പ്രോസ്പെക്റ്റാണ്. അപ്പോൾ ഈ വർഷം ചിലപ്പോൾ സിലബസ് അപ്ഡേറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സിലബസ് വിഷയങ്ങൾ കാര്യങ്ങൾ നമുക്ക് വരുന്ന റെഗുലേഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത്തരത്തിൽ ഈ ഒക്കെ വിഷയങ്ങളാണ് CU കേരള പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഓരോ വിഭാഗത്തിലും എത്ര ആളുകളെയാണ് എടുക്കുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വരുമ്പോൾ BSc BEdന് ഫിസിക്സിന് 25 സീറ്റാണ് CU കേരള പ്രൊവൈഡ് ചെയ്യുന്നത്. BSc BEd സുവോളജിക്ക് 25. അപ്പോൾ രണ്ടിനും കൂടെ BSc BEdൽ 50. BA BEdലേക്ക് വരുമ്പം ഇംഗ്ലീഷിന് 25ഉം എക്കണോമിക്സിന് 25ഉമാണ്. അപ്പോൾ BA BEd മൊത്തം 50. BCom BEdലേക്ക് വരുമ്പോൾ 50. മൊത്തം 150 ഇൻടേക്കാണ് ഒരു ഇയർ CU കേരള ITP എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്ക് ഹയർ ചെയ്യുന്നത്. ഇനി നമുക്ക് CU കേരളയുടെ ITP പ്രോഗ്രാമിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് അടക്കാം. 2023-24 വർഷത്തേക്ക് തയ്യാറാക്കിയ അവരുടെ റെഗുലേഷൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ പറയുന്നത് അവരുടെ യൂണിവേഴ്സിറ്റി ഒബ്ജക്റ്റീവ് നമുക്കൊക്കെ ഏവർക്കും അറിയുന്നത് പോലെ അമൃതം തു വിദ്യ ഈസ് നോളജ് ഈസ് എറ്റേണൽ എന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് അവർ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കതിൻ്റെ കൂടുതൽ ഒബ്ജക്റ്റീവുകൾക്ക് നമുക്ക് ആവശ്യമില്ല. നമുക്കതിൻ്റെ പ്രോഗ്രാം ഡിസ്ക്രിപ്ഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവർ പറയുന്നത് കീ ഡിസൈൻസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് ITP ആയിട്ട് അവർ പറയുന്നത് ഈ ITP കോഴ്സ് എന്നുള്ളത് 4 ഇയർ ആണ്. ഡ്യൂറേഷൻ അക്രോസ് 8 സെമസ്റ്റർ സ്റ്റഡി, 8 സെമസ്റ്ററുകളിലായിട്ട് 4 വർഷത്തെ പഠനമാണ്. അത് തന്നെ ഡ്യുവൽ മേജർ ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാമാണ്. 2 ബിരുദമാണ് ഇതോടുകൂടെ ലഭിക്കുന്നത്. ഒന്നാമത്തെ ബിരുദം നമുക്കറിയാം 1 വിത്ത് മേജർ ഇൻ എഡ്യൂക്കേഷൻ, 4 വർഷം പൂർത്തിയാവുന്നതോടുകൂടെ ഒരു വിദ്യാർത്ഥിക്ക് BEd ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതോടുകൂടെ തന്നെ ആ ഒരു ഡിസിപ്ലിനറിയിൽ അതിനുള്ള ബാച്ചലർ ഡിഗ്രിയും ഏതാണോ അവൻ ചൂസ് ചെയ്യുന്നത് ആ ഒരു ഡിഗ്രിയിൽ അവന് ബാച്ചലർ ഡിഗ്രിയും ഈ ഒരു 4 വർഷം കൊണ്ട് ലഭിക്കുന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേജ് സ്പെസിഫിക് സ്പെഷ്യലൈസേഷൻ ആണ്. ഏത് സ്റ്റേജിലാണ് പഠിപ്പിക്കാനുള്ള യോഗ്യത എന്നുള്ളതൊക്കെ, അതായത് NEP പ്രകാരമുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വ്യത്യസ്ത സ്റ്റേജുകളായി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സ്റ്റേജിലാണ്, ഇപ്പം സെക്കൻഡറി സ്റ്റേജും മിഡിൽ സ്റ്റേജും പ്രിപ്പറേറ്ററി സ്റ്റേജ് അങ്ങനെയുള്ള ഓരോ സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകൾ ഏത് സ്റ്റേജുകളിലാണ് പഠിപ്പിക്കാനുള്ള യോഗ്യതയായിട്ടാണ് ഈ പ്രോഗ്രാം വരുന്നത് എന്നൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ
ITP CU കേരള പ്രൊവൈഡ് ചെയ്യുന്നത് ITP എന്ന് പറയുന്നത് വിത്ത് സെക്കൻഡറി സ്റ്റേജ് സ്പെഷ്യലൈസേഷൻ ആണ്. അഥവാ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ യോഗ്യരാക്കുന്ന ഇന്റർ ഡിസിപ്ലിനറി കോഴ്സുകളും അത്തരത്തിലുള്ളൊരു നോളജ് ഡെപ്തും കരിക്കുലം ഒക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം എന്നുള്ളത്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഫീച്ചറായിട്ട് വരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഫീച്ചറുകളിലേക്ക് പോകാം. നോക്കുമ്പോൾ ഈ ഒരു CU കേരള പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ITPയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് റീ എൻട്രി ഓപ്ഷനാണ്. ഇതിൽ CU കേരളയിൽ ഒരു വർഷം അതായത് 2 സെമസ്റ്റർ ഒരാൾ കംപ്ലീറ്റ് ചെയ്താൽ വിൽ ബി ഗിവൺ എ സർട്ടിഫിക്കറ്റ് ഇൻഡിക്കേറ്റിംഗ് ദ ക്രെഡിറ്റ് സെക്യൂർഡ് ദ കോഴ്സ്. ആ ഒരു വർഷത്തെ കോഴ്സിൽ ആ ഒരു വിദ്യാർത്ഥി അക്വയർ ചെയ്തിട്ടുള്ള 2 ക്രെഡിറ്റുകൾക്ക് അനുസരിച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒരു വർഷം ഒരു വിദ്യാർത്ഥി പൂർത്തിയാക്കിയാൽ അതിന് എക്സിറ്റ് ചെയ്താൽ അതിന് ആ ഒരു സർട്ടിഫിക്കറ്റ് നൽകുമെന്നുള്ളതാണ്. ഇനി ഒരു വിദ്യാർത്ഥി 2 വർഷം അഥവാ 4 സെമസ്റ്റർ അവൻ അവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അവന് നൽകുന്നതാണ്. ഇനി ഒരു വിദ്യാർത്ഥി 6 സെമസ്റ്റർ അഥവാ 3 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ബാച്ചിലർ ഡിഗ്രി നൽകുകയും 4 വർഷം അഥവാ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് BAയും ആ വിഷയത്തിൽ B.Edഉം നൽകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് വരുന്നത്. പിന്നെ ഈ ITP നൽകുന്നതിൻ്റെ അതിൻ്റെ സ്റ്റേജ് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അഥവാ സെക്കൻഡറി സ്റ്റേജ് ആണ് പറയുന്നത്. BA B.Ed BSc B.Edഉം സെക്കൻഡറി സ്റ്റേജാണ്. BCom B.Edഉം CU കേരള പ്രൊവൈഡ് ചെയ്യുന്ന സെക്കൻഡറി സ്റ്റേജിലുള്ളതാണ്. ഇനി നമുക്ക് പറയാം ഇതിനെന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ബേസിക്കലി +2 പാസ്സാവുക എന്നുള്ളതാണ്. 55% മാർക്കോട് കൂടെ +2 പാസ്സാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള 10+2 വരെയുള്ള ഒരു ബോർഡ് സിസ്റ്റം അത് തന്നെയാണ് ഇതും. നമുക്കറിയാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം പുതിയ ബോർഡ് സിസ്റ്റം ഇത് വരുന്നത് 1 to 2 ആ ഒരു പ്രീ സ്കൂൾ അംഗനവാടി ഏരിയക്കാണ് ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലാസ് 3 to 5 പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലാസ് 6 to 8 മിഡിൽ സ്റ്റേജ് എന്ന് പറയുന്നത്. 9 to 12 വരെയുള്ളതിനാണ് സെക്കൻഡറി സ്റ്റേജ്. ഈ ഒരു സ്റ്റേജ് ഇതാണ് 5-3-3-4 എന്ന പാറ്റേൺ വരുന്നത്. ഈ പാറ്റേൺ കംപ്ലീറ്റ് ആയവരായിരിക്കും അധികം ആളുകളും. അപ്പോൾ ഈ ഒരു സ്റ്റഡി കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാനാവുന്നതാണ്. പിന്നെ ഈ ഒരു സെക്കൻഡറി സ്റ്റേജിലേക്കുള്ള പഠിപ്പിക്കാനുള്ള യോഗ്യതയും കൂടിയാണ് ITP പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്. 4 വർഷത്തെ ഈ ഇൻ്റഗ്രേറ്റഡ് B.Ed കോഴ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ഹയർ സ്റ്റഡീസിൻ്റെ ഓപ്ഷൻസുകളും ഈ ഒരു ക്രൈറ്റീരിയയിൽ ഈ ഒരു റെഗുലേഷനിൽ അവർ പറയുന്നുണ്ട്. അഥവാ സ്റ്റുഡൻസ് ടീച്ചർ ഹൂ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ 4-year ITP ഈ 4-year ITP പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആണ്. അവർ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം എഡ്യൂക്കേഷൻ അവർ ഇതോടുകൂടെ അവർ ക്വാളിഫൈഡ് ആണ്. അവർക്ക് അതിനു വേണ്ടി അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ അവർ മേജർ ഡിസിപ്ലിനായിട്ട് ITPയിൽ സെലക്ട് ചെയ്ത ആ വിഷയത്തിലും അവർക്ക് BA ലഭിക്കുന്ന ആ വിഷയത്തിലും അവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഈ ഒരു ITP പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നതോടെ അവർക്ക് ലഭിക്കും എന്നും കൂടെ ഈ റെഗുലേഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ പറയുന്നത് നെറ്റ്വർക്ക് സ്കൂൾ ഫോർ പ്രാക്ടീസ് ഇത് വെറും തിയറി പഠനം മാത്രമല്ല, പ്രാക്ടീസുകളുണ്ട്. നമ്മുടെ B.Ed കോളേജുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ പ്രാക്ടീസിനുള്ള സെക്ഷനുകളും അവരിതിൽ നമ്മൾ അവസാനം ചെയ്യുന്ന പ്രാക്ടീസുകൾ പോലെയുള്ള സെക്ഷനുകളും അവർ ഈ കോഴ്സിലുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് സെമസ്റ്റർ വൈസ് സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോ സെമസ്റ്ററിലുമായിട്ട് എത്ര ക്രെഡിറ്റുകളാണ് കൊടുത്തിട്ടുള്ളതൊക്കെ അവർ ആ റെഗുലേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ റെഗുലേഷന് ഓരോ വിഷയത്തിൻ്റെ സിലബസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് CU കേരളയുടെ സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് എങ്ങനെയാണ് ലഭ്യമാകുക എന്നൊക്കെ നമ്മൾ വാട്സപ്പ് ചാനലിൽ അറിയിക്കും. നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഈ കോഴ്സ് സ്ട്രക്ചറും ഫീയും എല്ലാ കാര്യങ്ങളും അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് വഴി ജോയിൻ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ കരിക്കുലറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്കിനി ഓരോ വിഷയത്തിലും എന്തൊക്കെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താലാണ് CU കേരളയിൽ ഒരു വിദ്യാർത്ഥിക്ക് ആ വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കുക എന്ന് നമുക്കും ചെക്ക് ചെയ്ത് നോക്കാം. ഇവർ ഈ വർഷത്തെ പ്രോസ്പെക്ട്സിൽ പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. BSc B.Ed ഫിസിക്സിന് ഒരാൾക്ക് അവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ 4 സെക്ഷനിൽ അവർ പറയുന്ന ക്രൈറ്റീരിയകളിൽ ആളുകൾ
ആ വിഷയത്തിലൊക്കെ NCERT എക്സാം എഴുതിയിരിക്കേണ്ടതാണ്. ഒന്നാമത്തത് സെക്ഷൻ 1-ൽ ലാംഗ്വേജസിൻ്റെ സെക്ഷനിൽ അവർ പറയുന്നത് എനി 2 ലാംഗ്വേജസ് ഔട്ട് ഓഫ് 33 ലാംഗ്വേജസ് ഓപ്ഷൻ ഗിവൺ ഇൻ ദ NTA നോട്ടിഫിക്കേഷൻ. NTA നോട്ടിഫിക്കേഷനിൽ കൊടുത്ത 33 ലാംഗ്വേജ് സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ അതിൽ നിർബന്ധമായും NTAയുടെ NCERT എക്സാം എഴുതിയിരിക്കണം. അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്കിതിൽ സെക്ഷൻ 1 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ് NTAയുടെ ലിസ്റ്റിൽ കൊടുത്ത ലാംഗ്വേജ് സബ്ജക്റ്റുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 33 ലാംഗ്വേജുകളുണ്ട്. അതിൽ നമ്മളെ ഏകദേശം ആളുകളും ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ മലയാളവും ഏകദേശം ആളുകൾ എഴുതിയിട്ടുണ്ടാവും. ഇനി അതാത് ഭാഷകളിൽ ആരുടെയൊക്കെയാണ് പഠിച്ചത് ആ വിഷയങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത ആളുകൾക്ക് അത് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും 2 നിങ്ങൾ മലയാളമാണെങ്കിലോ അറബി ആണെങ്കിലോ ഇനി തമിഴ് ഇനി ഏത് ഭാഷയാണെങ്കിലും ഹിന്ദി ഏത് ഭാഷയിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരാൾ സ്പാനിഷ് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അവൻ ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും 2 ലാംഗ്വേജ് ലിസ്റ്റ് ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ സെക്ഷൻ എ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ഫില്ലായിരിക്കുന്നു. ഇനി വരുന്നത് സെക്ഷൻ 2-ലേക്കാണ്. അതിൽ ഡൊമെയിൻ സ്പെസിഫിക് സബ്ജക്റ്റുകളാണ് സെക്ഷൻ 2 വേണ്ടത്. അതിൽ BSc B.Ed ഫിസിക്സ് CU കേരളയിൽ എടുക്കാൻ പറ്റുക. ഫിസിക്സ് എന്തായാലും അയാൾ പരീക്ഷ എഴുതിയിരിക്കണം. NCERT എക്സാമിൽ അയാൾ ഫിസിക്സ് എന്തായാലും എഴുതിയിരിക്കണം. അതിന് പുറമെ 2 ഡൊമെയിൻ സബ്ജക്റ്റുകൾ കൂടി അയാൾ എഴുതിയിരിക്കണം. അതായത് എനി 1 സബ്ജക്റ്റ് ഫ്രം DSS ലിസ്റ്റ് അതർ ദാൻ സബ്ജക്റ്റ് 1. ഈ ഫിസിക്സിന് പുറമെ മറ്റൊരു സബ്ജക്റ്റും ആ സബ്ജക്റ്റ് പുറമെ മറ്റൊരു സബ്ജക്റ്റും കൂടെ ഏതെങ്കിലും ഫിസിക്സും ഏതെങ്കിലും 2 ഡൊമെയിൻ സബ്ജക്റ്റും ഒരാൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് BSc B.Ed ഫിസിക്സിന് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഏതൊക്കെയാണ് ഡൊമെയിൻ സബ്ജക്റ്റുകൾ നമുക്ക് അന്വേഷിക്കാം. ഡൊമെയിൻ സബ്ജക്റ്റുകൾ നമ്മളൊക്കെ എല്ലാവരും എക്സാം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും ബിസിനസ്, കെമിസ്ട്രി, EVS, CS, എക്കണോമിക്സ്, എൻ്റർപ്രണർഷിപ്പ് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഹിസ്റ്ററി, ഹോം സയൻസ്, ഇങ്ങനെ നമ്മൾ മേജറായിട്ട് പഠിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഡൊമെയിൻ സ്പെസിഫിക് ടെസ്റ്റ് അവിടെ ഉണ്ടാകും. അതിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും 2 എണ്ണത്തിലും ഫിസിക്സിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അയാൾ BSc B.Edനുള്ള സെക്ഷൻ 2 ക്രൈറ്റീരിയയും ഫില്ലായിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം. സെക്ഷൻ 3-ൽ വരുന്നത് ജനറൽ ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് മാൻഡേറ്ററി ടെസ്റ്റാണ്. ഇതെല്ലാവരും അറ്റൻഡ് ചെയ്തിരിക്കണം. സെക്ഷൻ 4-ൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. ഇതും എല്ലാവരും അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ ടെസ്റ്റും 2 ലാംഗ്വേജുകളും ഫിസിക്സിന് പുറമെ 2 ഡൊമെയിൻ സബ്ജക്റ്റുകളും കൂടെ ഇത്രയും വിഷയങ്ങളിൽ ഒരാൾ NCERT എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അവന് തീർച്ചയായും BSc B.Ed ഫിസിക്സിന് CU കേരളയിൽ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് BSc B.Edനുള്ള ക്രൈറ്റീരിയ ആയിട്ട് CU കേരള കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത BSc B.Ed സുവോളജിക്ക് നോക്കാം. BSc B.Ed സുവോളജിയും സെയിം കാറ്റഗറിയാണ്. അഥവാ 2 ലാംഗ്വേജ് സബ്ജക്റ്റുകൾ എഴുതണം. അതുപോലെ തന്നെ ഡൊമെയിൻ സ്പെസിഫിക് സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ബയോളജിക്ക് പുറമെ 2 ഡൊമെയിൻ സബ്ജക്റ്റുകളും അയാൾ എക്സാം എഴുതിയിരിക്കണം. പിന്നെ സെക്ഷൻ 3-ലേക്ക് വരുമ്പോൾ ജനറൽ ടെസ്റ്റ്, സെക്ഷൻ 4-ലേക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഈ 4 സെക്ഷനുകളിലും അതായത് സെക്ഷൻ 1-ൽ 2 ലാംഗ്വേജും 3 ഡൊമെയിൻ സബ്ജക്റ്റും ജനറൽ ടെസ്റ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒരാൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് BSc B.Ed സുവോളജി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. BA B.Ed എക്കണോമിക്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ BA B.Edനും വളരെ സുഖമാണ്. അതായത് 2 ലാംഗ്വേജുകൾ എഴുതുക. എക്കണോമിക്സ് BA B.Ed എക്കണോമിക്സ് പഠിക്കുന്ന നിർബന്ധമായും എക്കണോമിക്സ് എഴുതിയിരിക്കണം. അതിന് പുറമെ 2 ഡൊമെയിൻ സബ്ജക്റ്റും ആ ലിസ്റ്റിലുള്ള ഏത് ഡൊമെയിൻ സബ്ജക്റ്റ് എഴുതിയാലും മതി നിങ്ങൾ. പിന്നെ ജനറൽ ടെസ്റ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും. ഇതാണ് BA B.Ed എക്കണോമിക്സിനുള്ള ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് BA B.Ed ഇംഗ്ലീഷിൻ്റെതാണ്. ഈ BA B.Ed ഇംഗ്ലീഷിൻ്റെത് വളരെ രസകരമാണ്. അതിന് കാലിക്കറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ചോദിക്കുന്നത് ലാംഗ്വേജസിൽ ഏതെങ്കിലും 2 ലാംഗ്വേജ് എഴുതിയാൽ പോരാ, അതിലൊന്ന് നിർബന്ധമായും ഇംഗ്ലീഷ് ആയിരിക്കണം. രണ്ടാമത് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജും എഴുതാം. പിന്നെ ഡൊമെയിൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷിൻ്റെ വിഷയത്തിൽ CU കേരള ഒരു ക്രൈറ്റീരിയയും പറയുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും 3 നിങ്ങൾ എഴുതിയിട്ടുള്ള ഏതെങ്കിലും 3 ഡൊമെയിൻ സ്പെസിഫിക് ലിസ്റ്റ് നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് BA B.Ed ഇംഗ്ലീഷിന് അപ്ലൈ ചെയ്യാനാവും. അപ്പോൾ ഒരാൾക്ക് BA B.Ed ഇംഗ്ലീഷിനും അപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും 3 ഡൊമെയിൻ സ്പെസിഫിക് സബ്ജക്റ്റ് ലിസ്റ്റ് എഴുതിയാൽ മതി. അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വളരെ സുഖകരമായിട്ട് BA B.Ed ഇംഗ്ലീഷിന് ക്രൈറ്റീരിയ ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ട് CU കേരളയിൽ അപേക്ഷിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത B.Edൻ്റെ ക്രൈറ്റീരിയയിൽ പോകുന്നത് BCom B.Ed ആണ്.
ബികോം ബി എഡിൻ്റെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് മാത്രമേ കുറച്ച് റിജിഡായിട്ടുള്ളത്. ലാംഗ്വേജിലേക്ക് വരുമ്പം ഏതെങ്കിലും 2 ലാംഗ്വേജ് എഴുതിയാൽ മതി. പക്ഷേ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റിൽ അക്കൗണ്ടൻസിയും ബിസിനസ്സും നിർബന്ധമായും അയാൾ എഴുതിയിരിക്കണം. ബികോം ബി എഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ CU കേരള നിർബന്ധമായി അയാൾ അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും എഴുതിയിരിക്കണം. അതിന് പുറമെ ഇത് രണ്ടും അല്ലാത്ത മറ്റൊരു ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട് ലിസ്റ്റ് കൂടെ എഴുതിയിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ജനറൽ ടെസ്റ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമാണ്. ഇത്രയുമൊക്കെയാണ് CU കേരളയിൽ 4 ബി എഡും അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ. ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പാറ്റേൺ കൊടുത്തുകൊണ്ട് CU കേരളയിൽ നിങ്ങൾക്ക് ഈ ബികോം ബി എഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ആപ്ലിക്കേഷൻ ലിങ്ക് ഔട്ട് ചെയ്താൽ നിങ്ങൾ ഉടനെ അതിൻ്റെ മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് CU കേരളയിൽ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. അങ്ങനെ അപേക്ഷ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് CU കേരള ആദ്യം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. സാധാരണ കഴിഞ്ഞ വർഷം മുതലുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം വരെയൊക്കെ മാർക്ക് അടിസ്ഥാനത്തിലായിരുന്നു. ഈ വർഷത്താണ് NTA പെർസെൻറ്റേജിലായിട്ട് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള പ്രഡിക്ഷനും നമുക്ക് നടത്താൻ പറ്റില്ല. നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് കട്ട് ഓഫ് മാർക്കൊക്കെ നോക്കാമായിരുന്നു. അവിടെ അഡ്മിഷൻ ലഭിച്ച അവസാനത്തെ കുട്ടിയുടെ മാർക്ക്, ആ കാറ്റഗറിയിൽ അവസാനം അഡ്മിഷൻ ലഭിച്ച കുട്ടിയെ നമ്മൾ കോൺടാക്ട് ചെയ്ത് അവരുടെ മാർക്ക് അനലൈസ് ചെയ്താൽ നമുക്കൊരു നിശ്ചിത കട്ട് ഓഫ് മാർക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ ഈ വർഷം പെർസെൻറ്റേജ് സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണത് യൂണിവേഴ്സിറ്റി പ്രൊസീഡ് ചെയ്യുക നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ്റെ ഡെഡ് ലൈൻ അവസാനിച്ചാൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അങ്ങനെ അതിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്ന് വെച്ചാൽ ഓരോ കാറ്റഗറിയിലും ഓരോ ആളുകളെ അനുസരിച്ചാണ്. ഇത് ആ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി അനുസരിച്ച് അവർ കോൾ ചെയ്യും. അവർ മെയിൽ അയക്കുകയാണ് പതിവ്. അങ്ങനെ അഡ്മിഷൻ എടുക്കേണ്ട വിദ്യാർത്ഥികളോട് മെയിൽ അയക്കും. അങ്ങനെ ഓരോ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് ആ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്താൽ അവിടെ അവരുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആയാൽ പിന്നെ അങ്ങോട്ടേക്ക് ചാൻസ് ഉണ്ടാവില്ല. ഇനി അവർ അഡ്മിഷൻ എടുക്കുന്നില്ലെങ്കിൽ അവർ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒഴിവിലേക്ക് അടുത്ത റാങ്കിലുള്ള ഓർഡറുള്ള ആൾക്കാരെ അവരിങ്ങനെ മെയിൽ അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വന്നാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാം. ആ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിനുള്ള ഫീ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ മെയിൽ വഴി തന്നെ നിങ്ങളുടെ സീറ്റ് അവിടെ ഉറപ്പിക്കാനാവും. ഇനി എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിലുള്ള സീറ്റ് അലോക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. CU കേരളയിലെ സീറ്റ് അലോക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓരോ വിഷയത്തിലും എത്ര ആളുകളെ ഏതൊക്കെ കാറ്റഗറിയിൽ നിന്നാണ് എടുക്കുക എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സീറ്റ് അലോക്കേഷൻ ഒന്ന് ചർച്ച ചെയ്യാം. നമ്മൾ ഓരോ വിഷയത്തിലും ഓരോ കാറ്റഗറിയിലും റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും. ജനറൽ കാറ്റഗറി റാങ്ക് ലിസ്റ്റും OBC കാറ്റഗറി റാങ്ക് ലിസ്റ്റും SC ST EWS അങ്ങനെ ഓരോ വിഭാഗത്തിലും റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അവർ ആദ്യം സീറ്റ് അലൊക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു അലൊക്കേഷൻ സിസ്റ്റം പ്രകാരമാണ്. അതായത് OBCക്ക് 27%, SCക്ക് 15%, STക്ക് 7.5%, EWSന് 10%, ബാക്കിയുള്ള മുഴുവൻ ശതമാനം ജനറൽ കാറ്റഗറിക്കുമാണ് പോകുന്നത്. അപ്പം നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഇൻ്റഗ്രേറ്റഡ് ITP UG പ്രോഗ്രാമിലേക്ക് നോക്കുമ്പം മൊത്തം 50 സീറ്റുള്ളതിൽ 22 സീറ്റ് ജനറലിലും 13 സീറ്റ് OBCക്കും 7 സീറ്റ് SCക്കും STക്ക് 3 സീറ്റും EWSന് 5 സീറ്റുമാണ് വരുന്നത്. ഇതാണ് ഒരു സീറ്റ് അലൊക്കേഷൻ സിസ്റ്റമായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഈ വർഷം അറിയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ PW കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ ഉണ്ട്. കാശ്മീരി മൈഗ്രൻ്റ് അവർക്കും റിസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റിസർവേഷൻ റൂൾസ് ഒക്കെ ഇത് സ്ട്രിക്റ്റ്ലി അപ്ലിക്കബിൾ ആണ്. ഇതൊക്കെയാണ് സീറ്റ് അലൊക്കേഷനെ കുറിച്ച് പറയുമ്പോൾ സംസാരിക്കാനുള്ളത്. അങ്ങനെ ഈ റാങ്ക് ലിസ്റ്റിൽ ഈ ഒരു അലൊക്കേഷൻ സിസ്റ്റം അനുസരിച്ച് അവർ വിദ്യാർത്ഥികളെ ആദ്യം ഇപ്പം അവർ ജനറൽ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള 10 ആളുകൾക്കാണ് അവർ അഡ്മിഷൻ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ അയക്കുക. അവർ അക്സെപ്റ്റ് ചെയ്താൽ ആ 10 ആളുകളെയും സീറ്റ് ഫില്ലാകും. പിന്നെ അടുത്ത 10 ആളുകൾ അങ്ങനെ പിന്നെ അടുത്ത എത്രയാണോ ഒഴിവുള്ളത് അതനുസരിച്ചാണ് കോൾ ചെയ്യുക. അതുപോലെ തന്നെ OBCയിൽ ആദ്യത്തെ 7 റാങ്ക് അങ്ങനെ ഈ ഒരു അടിസ്ഥാനത്തിലാണ് അവിടെ പോവുക. അങ്ങനെ CU കേരളയിൽ നിന്ന് മെയിൽ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളവിടെ അഡ്മിഷൻ ഉറപ്പിച്ച് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പിന്നീട് ക്ലാസ്സിൻ്റെയും നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയിക്കും. അപ്പോൾ ഇനി CU കേരളയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ ബി എഡിനും എത്രയാണ് ഫീ എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പുറത്ത് എവിടെയും പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ബി എഡിനും ഡിഗ്രിക്കും വളരെ ഒരു ഭീമമായ സംഖ്യ നിങ്ങൾക്ക് അവിടെ നിന്ന് ആവുന്നുണ്ടെങ്കിലും ഇതൊരു 4 വർഷത്തെ കോഴ്സായിട്ട് താരതമ്യേന വളരെ
ചെറിയ ഫീ ആയിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് നോക്കാം BSc B.Edൻ്റെ ഫീ എത്ര വരുമെന്ന് നമുക്ക് നോക്കാം. ഒരുപക്ഷെ ഇതൊരു ഭീമമായ ഫീ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഒരുപാട് സ്കോളർഷിപ്പുകൾ നമ്മൾക്ക് ലഭ്യമാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പുകൾ വരുമ്പോൾ OBC വിദ്യാർത്ഥികൾക്കും മറ്റു വിദ്യാർത്ഥികൾക്ക് ഗ്രാൻസ്, കേരള സർക്കാർ നൽകുന്ന ഗ്രാൻഡ് സ്കോളർഷിപ്പ്, ഇതുപോലെയുള്ള ഒരുപാട് സ്കോളർഷിപ്പുകൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് ഓക്യുപ്പൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫീ ഒക്കെ നിങ്ങൾ പഠനം അവസാനിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തിരിച്ചു കിട്ടും. അപ്പോൾ BSc B.Edൻ്റെ 4 വർഷത്തെ ഫീ എടുത്ത് നോക്കുമ്പം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീ വരുന്നൊരു 32,000 ആണ്. ജനറൽ ആവറേജ് 32,000 ആണ് വരുന്നത്. സെക്കൻഡ് സെമ്മിന് ഒരു 50,000, തേർഡ് സെമ്മിലേക്ക് വരുമ്പോൾ 23,000, ഒരു 60,000. ഇങ്ങനെ ഒരു 4 വർഷത്തെ ഫീ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന. ഓരോ സെമ്മും 4 വർഷം 8 സെമ്മായിട്ടാണ് ഉണ്ടാവുക. 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 8 സെമ്മായിട്ടാണ് ഉണ്ടാവുക. ഈ ഒരു ഫീ നിങ്ങൾ താരതമ്യേന നമുക്ക് B.Edും ഡിഗ്രിയും കൂടെ അവിടെ ഒരേ സമയം ലഭ്യമാവുകയാണ്. അത് 4 വർഷത്തെ കോഴ്സായിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ BSc B.Edനാണ് താരതമ്യേന അല്പം അധികം ഫീ വരുന്നത്. ഇനി അടുത്ത ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ BCom B.Edനും BA B.Edനും വരുന്നത് ഒരു ഫസ്റ്റ് സെമ്മിൽ വരുന്നത് താരതമ്യേന കുറവാണ്. ഒരു 25,000 ആണ് വരുന്നത്. സെക്കൻഡ് സെം ആകുമ്പോൾ ഒരു 15,000, തേർഡ് സെം ആകുമ്പോൾ 23, ഏകദേശം സെയിം ആണ്. ഇങ്ങനെ ഒരു 1.5 ഒരു 2 lakh ആവറേജിൽ നിങ്ങൾക്കൊരു 4 വർഷത്തെ ഫീസ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സ്കോളർഷിപ്പുകളിലൂടെ ഇത് തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ കാണുക. നമ്മളൊരു പഠനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ ഹോസ്റ്റൽ സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏകദേശം എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വർഷത്തെ കണക്ക് പ്രകാരം 40 കിലോമീറ്ററിനപ്പുറമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഹോസ്റ്റൽ സൗകര്യം അനുവദിക്കുന്നതാണ്. ബോയ്സ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലും വളരെ വിശാലമായ പുതിയ നൂതനമായ ടെക്നോളജികളൊക്കെയുള്ള പുതിയ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ബോയ്സ് ഹോസ്റ്റലിന് ക്യാമ്പസിന് പുറത്തും ഗേൾസ് ഹോസ്റ്റലിന് ക്യാമ്പസ് അകത്തുമായിട്ടാണ് ഹോസ്റ്റലുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിലേക്ക് ഈ വർഷം മുതലുള്ള അഡ്മിഷൻ പ്രോസസ് എന്നുള്ളതൊരു സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് ആയിട്ടാണ് ഈ വർഷം മുതൽ അവർ യൂണിവേഴ്സിറ്റി ചെയ്തത്. അപ്പോൾ ഈ വർഷം മുതൽ അവിടെ അപ്ലൈ ചെയ്ത് ഓൺലൈനായിട്ട് തന്നെ ഹോസ്റ്റലിനും അപേക്ഷിക്കാനും അതിന് ഹോസ്റ്റൽ അലൊക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൻ്റെ ഒരു ഫീയെ കുറിച്ച് സംസാരിക്കുമ്പോൾ വരുന്നത് നമുക്ക് ഓരോ സെമ്മിനുമാണ് ഹോസ്റ്റൽ ഫീ അടയ്ക്കാനുണ്ടാവുക. ഓരോ സെമ്മിനും ഒരു നിശ്ചിത തുകയും പിന്നെ തുടക്കത്തിൽ ഒരു രജിസ്ട്രേഷൻ ഫീയുമാണ് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ഫീയുടെ കൂടെ നമ്മളൊരു കോഷൻ ഡെപ്പോസിറ്റും അവിടെ അടയ്ക്കണം. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യുമ്പോഴുള്ള ഫീ സ്ട്രക്ചറാണ് ഇത് പറയുന്നത്. നമ്മൾ ഓരോ സെമ്മിനും അടയ്ക്കാനുള്ള ഒരു 4,290 rupees ആണ്. പിന്നെ ഓരോ സെമ്മിനും നമ്മൾ എത്ര സെമ്മിനാണ് ഓരോ സെമ്മിനും ഈ ഫീ ഇങ്ങനെ അടച്ചു കൊടുക്കണം. അപ്പോൾ തുടക്കത്തിൽ ഈ ഒരു ഫസ്റ്റ് സെമ്മിൻ്റെ ഫീയും അതോടൊപ്പം തന്നെ ഹോസ്റ്റൽ രജിസ്ട്രേഷൻ ഫീയും പിന്നെ നമ്മൾ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ കൊടുക്കുക. നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ഫണ്ട് റീഫണ്ടായി കിട്ടും. അതാണ് ഈ 2 ഫണ്ടുകൾ. അതായത് ഒന്ന് മെസ് അഡ്വാൻസും കോഷൻ ഡെപ്പോസിറ്റും. ഈ 2 ഫണ്ടും കൂടെ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടും. ഈ ഫണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു 10,000 അപ്രോക്സിമേറ്റ് 10,000 ആവറേജ് ഈ ഒരു തുക നിർബന്ധമായി നമ്മൾ ഹോസ്റ്റലിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ അടയ്ക്കേണ്ടതാണ്. പിന്നെ നമുക്ക് അടയ്ക്കാനുണ്ടാകും ഓരോ സെമ്മിലും 4,000 ഓരോ സെം വൈസുള്ള ഫീ അടയ്ക്കാനുണ്ടാവും. അതോടൊപ്പം തന്നെ ഓരോ മന്ത്ലി നമുക്കൊരു മെസ്സ് ഫീ ഉണ്ടാവും. നിങ്ങളവിടെ മെസ്സ് എടുക്കുകയാണെങ്കിൽ മെസ് കമ്മിറ്റി സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ ആ മെസ് കമ്മിറ്റി ഓരോ വർഷവും പുതിയ ചിലവുകളാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു ചിലവുകൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു പെർ ഡേ ഒരു 95 to 100 ആവറേജ്. അപ്പോൾ ഒരു മന്ത്ലി ഒരു 2,500 or 3,000 ആ ഒരു റേഞ്ചിലുള്ള ഒരു ഫീ നിങ്ങൾക്ക് മെസ് കമ്മിറ്റിയിലേക്ക് അടയ്ക്കാനുണ്ടാവും. ഇതാണ് അവിടെയുള്ള ഒരു ഹോസ്റ്റലിൻ്റെ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇതൊക്കെയാണ് CU കേരളയെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്ഡേറ്റുകൾ ഓരോ യൂണിവേഴ്സിറ്റികളും ആപ്ലിക്കേഷനുള്ള അപ്ഡേറ്റുകൾ അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ CU കേരളയിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് വളരെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് കേരളത്തിൽ നില ചെയ്യുന്ന ഏക സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ മെച്ചങ്ങളൊക്കെ ആ യൂണിവേഴ്സിറ്റിയിൽ ലഭിക്കുന്നതാണ്. വളർന്നു വരുന്ന യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് താരതമ്യേന മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ അപേക്ഷിച്ച് ഒരു എക്സ്പോഷർ കുറവാണെങ്കിൽ പോലും നമുക്ക് അവിടെ പഠിച്ചു കൊള്ളുക എന്നുള്ളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങുക എന്നുള്ളൊരു സവിശേഷത നമുക്ക് അതിലൂടെ ലഭ്യമാക്കുന്നതാണ്. പിന്നെ
പിന്നെ നിങ്ങൾക്ക് ഈ 4 വർഷം എന്നുള്ളത് വളരെ സുഖകരമായിട്ടുള്ളൊരു പഠനരീതി, വളരെ വലിയ ഒരു അക്കാഡമിക് പ്രഷറൊന്നും ഇല്ലാതെ വളരെ സുഖകരമായിട്ടുള്ള ഒരു പഠന രീതിയാണ് അവിടെ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ ഒരു B.Ed കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ ഗവൺമെൻറ് സർവീസ്, സർക്കാർ തലങ്ങളിലേക്കുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒതുക്കുന്ന തരത്തിലുള്ള അവിടെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാം. അവിടുത്തെ ലൈബ്രറിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വർഷത്തിൽ തന്നെ പഠന പ്രക്രിയകൾ നിങ്ങൾക്ക് ക്രോഡീകരിച്ച് ചിട്ടയായ പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് പഠനം കഴിയുമ്പോഴേക്ക് നല്ലൊരു കോമ്പറ്റീവ് എക്സാമുകളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാം. അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒക്കെ പഠിച്ച് ഇറങ്ങാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ വീഡിയോയിൽ ആശംസിക്കുകയാണ്. ഇതോടുകൂടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.